ഇനി നിനക്ക് ഏത് രാജാവിനെ വേണമെങ്കിലും വെല്ലുവിളിക്കാം. അപ്പോൾ തന്നെ ദുര്യോധനൻ കർണന്റെ തലയിൽ സ്വർണ്ണ കിരീടം വെച്ചു. കണ്ടുനിന്ന എല്ലാവർക്കും ശ്വാസം മുട്ടി. ആ നിമിഷം ദുര്യോധനനും കർണനും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിന്റെ തുടക്കം കുറിച്ചു. ദുര്യോധനന്റെ ഏറ്റവും വലിയ ശക്തിയായി കർണനെ അയാൾ നിർത്തി. അരങ്ങ് നിശബ്ദമായി. എല്ലാവരും പിരിഞ്ഞു പോകാൻ തുടങ്ങി. ഒരാൾ മാത്രം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വർഷം ഈ ഒരു ദിവസം മാത്രം സ്വപ്നം കണ്ടതായിരുന്നു അർജുനൻ. തന്റെ ഗുരുവിന്റെയും ജനങ്ങളുടെയും മുൻപിൽ വെച്ച് ഇത്തരമൊരു അപമാനം അർജുനൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കർണനോടും ദുര്യോധനനോടുമുള്ള ദേഷ്യം അയാളിൽ ആളിക്കത്തുവാൻ തുടങ്ങി. ദ്രോണാചാര്യരുടെ കീഴിലെ വർഷങ്ങളോളം നീണ്ട കഠിനമായ പരിശീലനം പാണ്ഡവരെയും കൗരവരെയും ശക്തമായ യോദ്ധാക്കളാക്കി മാറ്റി. തന്റെ പരിശീലനത്തിന്റെ അവസാന ഘട്ടം എന്നോണം എല്ലാവരെയും ദ്രോണാചാര്യർ ഒരുമിച്ച് വിളിച്ചു. നിങ്ങളെല്ലാവരും എന്റെ മാർഗനിർദ്ദേശത്തിൽ പരിശീലനം നേടുകയും യുദ്ധകലയിൽ വൈദഗ്ധ്യം നേടുകയും ചെയ്തു. ഒരു ശിഷ്യൻ അവരുടെ ഗുരുവിന് നൽകുന്ന നന്ദി സൂചകമായ ഒരു ഗുരുദക്ഷിണ നൽകാനുള്ള സമയമാണിത്. ഞാൻ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ പാഞ്ചാലയിലെ രാജാവായ ദ്രുപദനെ പിടികൂടി തടവുകാരനായി എന്റെ അടുക്കൽ കൊണ്ടുവരണം. കേട്ടിരുന്ന എല്ലാവരും ആശയക്കുഴപ്പത്തിലായി. കാരണം അതൊരു സാധാരണ അഭ്യർത്ഥനയായിരുന്നില്ല. പാഞ്ചാലയിലെ ശക്തനായ രാജാവായ ദ്രുപദൻ തന്റെ ശക്തിക്കും വീര്യത്തിനും പേരുകേട്ടവനായിരുന്നു. അയാളെ തട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അസാധ്യമാണ്. എന്നിരുന്നാലും തങ്ങളുടെ ഗുരുവിന്റെ ആഗ്രഹത്തെ ചോദ്യം ചെയ്യാൻ അവർ ധൈര്യപ്പെട്ടില്ല. ദുര്യോധനൻ ഉടനടി ആ ദൗത്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. തന്റെ സുഹൃത്തായ കർണനെയും അയാൾ കൂടെ കൂട്ടി. വലിയ ഒരു സൈന്യവും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. ഉടനടി അവർ പാഞ്ചാലയിലെത്തി.